അപ്പോൾ ഇന്നത്തെ വീഡിയോ ബട്ടർ ചിക്കനാണ് കേട്ടോ. അപ്പം നമുക്ക് പരിപാടി തുടങ്ങിയാലോ. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്ത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ആദ്യം തന്നെ മറന്നു പോകരുത്, ഒരു 10-15 കാഷ്നട്ട് എടുത്ത് വെള്ളത്തിൽ കുതിരാനിട്ടേക്കണം. അത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് അല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ എരിവ് കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ചിക്കനെ നല്ലപോലെ പുരട്ടിയെടുക്കണം. നമുക്ക് ഈ ചിക്കൻ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണേ. ഇത് ഞാനിപ്പോൾ ഒരു 20 മിനിറ്റോളം ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്യാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ചിക്കൻ പീസസൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല, നമുക്കിന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്താൽ മതി. ഭയങ്കര ക്രിസ്പിയായിട്ട് ഫ്രൈ ആവണമെന്നൊന്നുമില്ല. ബാക്കി നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ അതിൽ ചിക്കൻ കിടന്ന് വെന്തോളും. അപ്പം ഈ ചിക്കൻ ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് 2 സൈഡും ഒന്ന് തിരിച്ചിട്ട് വറുത്തെടുത്താൽ മതി. നന്നായിട്ട് എണ്ണയിൽ അങ്ങനെ മുങ്ങി കിടക്കണമെന്നൊന്നുമില്ല. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട ഗ്രേവി ഉണ്ടാക്കാം. അതിന് ഞാനൊരു 2 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബട്ടർ ചിക്കൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബട്ടർ. ഒരു 50 ഗ്രാം ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ നമ്മളിനി കറി ഉണ്ടാക്കാനായിട്ട് പാൻ എടുത്ത് വെക്കുക. അതിലോട്ട് നേരത്തെ എടുത്ത് വെച്ച ബട്ടറില്ലേ, അതിൻ്റെ ഒരു പകുതി ഭാഗം എടുത്ത് ഇട്ട് കൊടുക്കുക. നല്ല ചൂടുണ്ട്, അപ്പോൾ അത് മെൽറ്റായിക്കോളും. ഇത് മെൽറ്റായി വരുമ്പോൾ സവോള ചേർത്ത് കൊടുക്കുക. സവോളയും കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി. അതിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി ഇതിലോട്ട് നമ്മൾ ഗരം മസാലയും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളിനി ഇതിലോട്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കിനും തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴട്ടി അടച്ചു വെക്കണം. ഇത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിയുമ്പോൾ ഈ തക്കാളിയും സവോളയും കാഷ്യൂനട്ടും ഒക്കെ കൂടി വെന്ത് ഈ വെള്ളം ഒന്ന് പറ്റണം. നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിനി ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമ്മൾ ജാറിൽ, മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ബട്ടർ ചിക്കൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണിത്. നമ്മൾ പാൻ എടുത്ത് വെക്കുക. പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കിനും ബാക്കിയുള്ള ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക. ഇത് മെൽറ്റായി വരുമ്പോഴത്തേക്കിനും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ ബട്ടറിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് ഇളക്കി വരുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക സ്മെല്ലാണ്. ഇതിലോട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന എല്ലാം കൂടി ഉണ്ടല്ലോ, അതങ്ങോട്ട് അരച്ചെടുത്ത് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഈ ഒരു ഫോമിലായിരിക്കും അത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. പക്ഷേ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. സാരമില്ല, നിങ്ങൾ ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം. ഇത് ചെറുതായിട്ട് തിളച്ച് വന്നു കഴിയുമ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. ശരിക്കും ഇതിൻ്റെ ഗ്രേവി എന്ന് പറഞ്ഞാൽ നല്ല തിക്ക് ഗ്രേവി ആയിരിക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയെന്നേ ഉള്ളൂ. നല്ല തിക്ക് നല്ല ക്രീമി ആയിരിക്കണം. നല്ല ക്രീമിയായി വരാനാണ് നമ്മൾ ഈ കാഷ്യൂനട്ടൊക്കെ വെള്ളത്തിൽ കുതിർത്ത് ചേർക്കുന്നത്. പിന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ ആണെങ്കിൽ അവർ ക്രീമും കൂടി ചേർത്ത് കൊടുക്കും. ഇപ്പോൾ ഇതേ കണ്ടോ, നല്ല ഏകദേശം ക്രീമിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലോട്ട് ബട്ടർ വീണ്ടും ചേർത്ത് കൊടുക്കുവാണ്. ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ ബട്ടർ ആണല്ലോ മെയിൻ. അപ്പോൾ നമ്മൾ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്ത് വീണ്ടും അത് കറിയിൽ നന്നായിട്ട് അങ്ങ് മെൽറ്റായി അങ്ങ് ചേർന്നോളും. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊട്ടും നിർബന്ധമല്ല കേട്ടോ, ഞാൻ പിന്നെ എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ചേർക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഇവർ ക്രീമും ചേർക്കാറുണ്ട്. അപ്പോൾ ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ വിതറി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബട്ടർ ചിക്കൻ. വളരെ ഈസിയാണ്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും പിന്നെ ഫ്രൈഡ് റൈസ്, ചോറാണേലും കുഴപ്പമില്ല, ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്. കുട്ടികൾക്കാണേലും വളരെ ഇഷ്ടമാണ്. ബോൺലെസ് ആയതുകൊണ്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബട്ടർ ചിക്കൻ. അപ്പം ഇതുവരെ ആരും ബട്ടർ ചിക്കൻ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ ഇതുവരെയായിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ.